നാളെ ലാലേട്ടൻ വരുന്ന ദിവസം ആരെങ്കിലും പുറത്താകുമോ? ഒരു ചോദ്യമാണ്, ഒരു ഒന്നൊന്നര ചോദ്യമാണ്. പുറത്താകാൻ സാധ്യതയുള്ളവരാരൊക്കെ? ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പുറത്താകാൻ സാധ്യതയുള്ള 3 പേർ. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഗബ്രിയാണ്. ഗബ്രിക്കാണ് വോട്ട് വളരെ കുറവ് എന്നുള്ളതാണ്. പിന്നെ ഒന്ന് നോറയ്ക്ക് ഗബ്രിയെക്കാട്ടിലും വോട്ട് കൂടുതലാണ്. പക്ഷേ ഋഷി ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഋഷിക്കും വോട്ട് കുറവാണ്. ഋഷിയും ഗബ്രിയുമാണ് നോറയെക്കാട്ടിലും വോട്ട് കുറവുള്ള 2 പേർ. അത് ഗബ്രിയുടെ വോട്ടിംഗ് നിലവാരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഋഷിക്ക് പുറത്ത് നല്ല ഫാൻ സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് ഋഷി. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞു ഋഷി ഒന്ന് വാ തുറക്കണം എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വാ തുറക്കാൻ വളരെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് കളിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഋഷിയെ തോന്നിയത്. അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പരാജയമാണ്. അർജുനൊക്കെ ഋഷിയെക്കാട്ടിലും വോട്ടുണ്ട് എന്ന് തോന്നുമ്പോഴേ ഒരു വല്ലാത്ത അത്ഭുതം തോന്നും. അങ്ങനെ 3 സ്ഥാനാർത്ഥികൾ, ഗബ്രി, നോറ, ഋഷി, ഇവരാരൊക്കെ പുറത്താകും? അതോ അൻഫിബയാണോ പുറത്താകുന്നത്? ഇവർ 4 പേരിൽ ആരെങ്കിലും പുറത്താകത്തുള്ളൂ കേട്ടോ. അല്ലാതെ ബാക്കിയെല്ലാം ജിൻഡോയുടെ കാര്യമാണെങ്കിൽ ജിൻഡോ 1ാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അർജുൻ നോട്ടുണ്ട്, അഭിഷേക് ശ്രീകുമാർ നോട്ടുണ്ട്, അതുപോലെ തന്നെ ഫിജോയ്ക്ക് നല്ലൊരു വോട്ട് ശതമാനമുണ്ട്, അതുപോലെ ജാസ്മിൻ നോട്ടുണ്ട്. അങ്ങനെ പോകുന്നു ബാക്കിയുള്ള നിരകൾ. അൻഫിബയുടെ വോട്ടിംഗ് നിലവാരം ഈ ആഴ്ച വളരെ കൂടുതലാണ്. ബാക്കിയുള്ള സമയത്തൊക്കെ അൻഫിബ പുറത്തു പോകുമെന്ന് കഷ്ടത്തിൽ നിന്നിപ്പം മാറി അൻഫിബ സ്ട്രോങ് പ്ലെയറായിട്ട് മാറുന്നുണ്ട്. അത് വോട്ടിങ്ങിലും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. അനൗദ്യോഗിക കണക്കുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഔദ്യോഗിക കണക്കുകളൊന്നുമില്ല. ബിഗ് ബോസിന് എങ്ങനെയും ആകാം. അപ്പം നാളെ പോകാൻ സാധ്യതയുള്ള വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗബ്രിയാണ്. ഗബ്രി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഋഷി, നോറ, ഇവരാരെങ്കിലുമൊക്കെ 2 പേര് പുറത്തു പോകാം. 2 പേർ പുറത്തു പോകാം എന്ന് പറയുമ്പോഴും ഇന്ന് സായി പുറത്തു പോയത് ഒരു പക്ഷേ ഒരാളായിട്ട് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. സായിന് തിരിച്ചു വരുമോ, ഡോക്ടർമാരുടെ അഭിപ്രായം എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം സായി അഥവാ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ ഒരാളെ പുറത്തു പോകാൻ സാധ്യതയുള്ളൂ. സായിയുടെ തിരിച്ചു വരവിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. ഏതായാലും 2 പേർ പുറത്തു പോവുകയാണെങ്കിൽ ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 3 പേർ, ഗബ്രി, ഋഷി, നോറ, ഇവരാര് വേണമെങ്കിലും പുറത്തു പോകാം. അത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മുടിയന് ഇത്രയും വോട്ട് കുറഞ്ഞു പോയത് എന്താണെന്നുള്ള. അവിടുത്തെ മത്സരാർത്ഥികൾ പലരും ഈ ഗബ്രിയുടെയും ഋഷിയുടെയൊക്കെ പുറത്താകൽ വളരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന, ഋഷിക്കൊക്കെ നല്ല വോട്ടിംഗ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. പക്ഷേ അവരെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് നാളെ ഋഷിയും ഗബ്രിയൊക്കെ പുറത്താകുകയാണെങ്കിൽ എന്താ സംഭവമല്ലേ? ഗബ്രിയെ പുറത്താക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുമോ, അതോ വേറെ ഏതെങ്കിലും കളികൾ പ്രതീക്ഷിക്കാം എന്നൊക്കെ തോന്നും. കാരണം നാളെ ഗബ്രി പുറത്തായില്ലെങ്കിൽ ഗബ്രിയെ രക്ഷിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഏതെങ്കിലും കളികൾ കളിക്കുകയാണെങ്കിൽ അത് പക്ഷേ ഇനിയുള്ള വോട്ടിങ്ങിനെയൊക്കെ ബാധിപ്പിക്കാം. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് അറേഞ്ച് ചെയ്യണം. കാരണം ബിഗ് ബോസിനെ പറ്റി ഇപ്പം ഒത്തിരി പരാതികളും ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അങ്ങനെ ഒരു കളിക്ക് മുതിരുമോ എന്നുള്ളത് സംശയമാണ്. എന്നാലും ആര് പോയാലും, എനിക്ക് തോന്നുന്നു ഗബ്രി പോയാലും നോറ പോയാലും ഋഷി പോയാലും അത് ബിഗ് ബോസ് സീസൺ 6നെ സംബന്ധിച്ച് വളരെയധികം ദോഷം ചെയ്യുന്ന സംഭവമാണ്. കാരണം അവരെക്കാൾ വളരെ ലോയുള്ള ശരണ്യ, ശ്രീരേഖ, റസ്മിൻ, നന്ദനെ എങ്ങനെ പോലുള്ള ആൾക്കാർ അവിടെ നിൽക്കുമ്പോഴാണ് ഇവർ പുറത്തു പോകേണ്ട അവസ്ഥ വരുന്നത്. എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസിൻ്റെ തന്നെ ഒരു പരാജയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെ കളിച്ചതും ഈ പവർ ടീം ഉണ്ടാക്കിയതും അവരൊന്ന് നോമിനേഷന് വരാത്തതൊക്കെ ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെയുള്ള പുറത്താകൽ, പ്രമുഖ വ്യക്തികളുടെ പുറത്താകലിനെ ബാധിച്ചിട്ടുണ്ട്. അത് നാളെ കണ്ടറിയാം. ബിഗ് ബോസ് ഇതിന് മറുമരുന്ന് പ്രയോഗിക്കുമോ എന്നൊക്കെ ഉള്ളത് നാളെ കണ്ടറിയേണ്ട കാര്യമാണ്.
ഏതായാലും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വിവരം അനുസരിച്ച് വോട്ടിങ്ങിന് തീരാൻ കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നമ്മുടെ ഗബ്രിയും ഋഷിയും നോറയും തന്നെയാണ് ഇപ്പോഴും ഡേഞ്ചർ ഫോണിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ അൻഫിബയും ഡേഞ്ചർ ഫോണിലേക്ക് എത്താം. അപ്പം പുതിയ വാർത്തകളുമായി വീണ്ടും ഞാൻ എത്താം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ കമൻറ്റും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ വീണ്ടും കാണാം.